Welcome to Aspirants Perspective Daily 10 UPSC PYQ Analysis. Last session നമ്മൾ 2014 GS question paper question 41 to 50 വരെയാണ് ഡിസ്കസ് ചെയ്തത്. ഈ സെഷനിൽ നമ്മൾ 51 to 60 വരെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ question number 51. തുർക്കി ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ. തുർക്കി ഏതൊക്കെ സീസിന്റെ ഇടയിലാണ് ലൊക്കേറ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ തുർക്കി ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ബ്ലാക്ക് സീ ആൻഡ് മെഡിറ്ററേനിയൻ സീ. BTM ബ്ലാക്ക് സീ ആൻഡ് മെഡിറ്ററേനിയൻ സീ ഇതിന്റെ ഇടയിലാണ് തുർക്കി ലൊക്കേറ്റ് ചെയ്തത്. പ്ലേസസ് ഇൻ ന്യൂസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പിന്നെ IR എന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ പറയാം. സോ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. സോ തുർക്കി ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ബ്ലാക്ക് സീ ആൻഡ് മെഡിറ്ററേനിയൻ സീ, ഇവിടെയാണ് തുർക്കി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 52. What are the correct sequence of occurrence of the following cities in Southeast Asia as one proceeds from south to north? South to north region ഒരു ഓർഡറിലായിട്ട് എന്താണ് ഫോളോയിങ് സിറ്റീസിനെ അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫോളോയിങ് സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ കുറച്ച് കൺട്രീസിന്റെ ക്യാപിറ്റലാണ് ഫോളോയിങ് സിറ്റീസ്. ബാങ്കോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം തായ്ലൻഡിന്റെ ക്യാപിറ്റലാണ് ബാങ്കോക്ക് BT. ആൻഡ് ഹനോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയറ്റ്നാമിന്റെ ക്യാപിറ്റലാണ്. ജക്കാർത്ത ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. ഇന്തോനേഷ്യയുടെ ക്യാപിറ്റലാണ് ജക്കാർത്ത. ആൻഡ് സിംഗപ്പൂരിന്റെ ക്യാപിറ്റൽ തന്നെയാണ് സിംഗപ്പൂർ. ഇതിനെ സൗത്ത് ടു നോർത്ത് ആയിട്ട് അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന്റെ ഓർഡർ ഒന്ന് നമുക്ക് നോക്കാം, മാപ്പിൽ നോക്കാം. സോ ജക്കാർത്ത ഇന്തോനേഷ്യയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ജക്കാർത്തയാണ് ഏറ്റവും സൗത്ത് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് സിംഗപ്പൂരാണ്. സൗത്ത് ടു നോർത്ത് ആണ് നമ്മളോട് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ തായ്ലൻഡിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ബാങ്കോക്ക് ആണ്. ആൻഡ് പിന്നെ വരുന്നതാണ് വിയറ്റ്നാമിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഹനോയ്. കൺട്രീസിന്റെ ഏകദേശം ഒരു ഓർഡർ അറിയുവാണെങ്കിൽ നമുക്ക് ഇതിന്റെ ക്യാപിറ്റലാണ് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആൻസറിലേക്ക് പെട്ടെന്ന് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. സോ 3, 4, 1, 2 ആണ് ഇതിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. 3, 4, 1, 2 ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. Next question, question number 53. The scientific view is that the increasing global temperature should not exceed 2 degrees Celsius above pre-industrial level. If the global temperature increases beyond 3 degrees Celsius above the pre-industrial level, what can be its possible impact or impacts on the world? ടെമ്പറേച്ചർ 3 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടിക്കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ടെറസ്ട്രിയൽ സ്റ്റേറ്റ്മെന്റ്സ് വായിക്കാം. ടെറസ്ട്രിയൽ ബയോസ്ഫിയർ ടെൻഡ്സ് ടുവാർഡ് എ നെറ്റ് കാർബൺ റിസോഴ്സസ്. ടെറസ്ട്രിയൽ ബയോസ്ഫിയർ റിസർവ്സ് ആണ് മോസ്റ്റ് ഓഫ് ദ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെയും കാർബൺ ഡൈ ഓക്സൈഡിനെ മീത്തൈനെയും നൈട്രസ് ഓക്സൈഡിനെയൊക്കെ അബ്സോർബ് ചെയ്യും, മേ ബി റിലീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. സോ അതൊരു ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണെങ്കിലും ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഭയങ്കരമായിട്ട് ഉണ്ടാവും. സോ അതൊരു നെറ്റ് കാർബൺ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്ത് നെറ്റ് കാർബൺ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് പറയുന്നത് ടുവാർഡ് എ നെറ്റ് കാർബൺ സോഴ്സ് എന്ന് പറയുന്നത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണെങ്കിലും ശരിയാണ്. വൈഡ് സ്പ്രെഡ് കോറൽ മോർട്ടാലിറ്റി വിൽ ഒക്കർ. കോറൽ ബ്ലീച്ചിങ്ങിന്റെ ഒരു റീസൺ ആയിട്ട് ടെമ്പറേച്ചർ കൂടുന്നത് കോറൽ ബ്ലീച്ചിങ്ങിന്റെ ഒരു റീസൺ ആണ്. അപ്പൊ ടെമ്പറേച്ചർ ഒരു 3 ഡിഗ്രി സെൽഷ്യസ് കൂടി എന്ന് പറയുമ്പോൾ അത് അത്രയും വലിയ കൂടുതലാണ്. സോ അത് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ് കോറൽ ബ്ലീച്ചിങ് നടക്കുന്നുണ്ടെങ്കിൽ വൈഡ് സ്പ്രെഡ് ഇൻക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ എന്താണെങ്കിലും തന്നെ ഒരു കോറൽ മോർട്ടാലിറ്റി നടക്കാൻ എന്താണെങ്കിലും സാധ്യതയുണ്ട്. സോ രണ്ടും ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഓൾ ദ ഗ്ലോബൽ വെറ്റ്ലാൻഡ് വിൽ പെർമനന്റ്ലി ഡിസപ്പിയർ. ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത രണ്ട് സ്റ്റേറ്റ്മെന്റും കൾട്ടിവേഷൻ ഓഫ് സീരിയൽസ് വിൽ ബി പോസിബിൾ, നോട്ട് ബി പോസിബിൾ എനിവേർ ഇൻ ദ വേൾഡ് എന്നൊക്കെ പറയുന്ന ഒരു രണ്ട് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ ഇതിനെ തെറ്റായിട്ട് എടുക്കാം, പക്ഷെ അതൊരു അക്വറേറ്റ് മെത്തേഡ് ഒന്നും ആയിട്ട് എപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓൾ ദ ഗ്ലോബൽ വെറ്റ്ലാൻഡ് വിൽ ബി പെർമനന്റ്ലി ഡിസപ്പിയർ എന്ന് പറയുമ്പോൾ ഇതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ടെമ്പറേറ്റ് റീജിയനിലുള്ള വെറ്റ്ലാൻഡ്സിനൊക്കെ ഇങ്ങനെ ഒരു റൈസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടായാലും സർവൈവ് ചെയ്യാനൊക്കെ പറ്റും. സോ കാരണം ടെമ്പറേച്ചർ റീജിയനിൽ വൈഡ് സീസണൽ ചേഞ്ചസ് ഒക്കെ നടക്കാറുണ്ട്, എന്നിട്ടും അവിടുത്തെ വെജിറ്റേഷൻ ഒക്കെ അവിടെ സർവൈവ് ചെയ്യാറുണ്ട്. സോ ഗ്ലോബലി ഉള്ള എല്ലാ വെറ്റ്ലാൻഡും പെർമനന്റ്ലി ഡിസപ്പിയർ എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ബിക്ക് നമുക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ ബി 1 and 2 ഓൺലി ആണ് ആൻസർ. കൾട്ടിവേഷൻ ഓഫ് സീരിയൽസ് വിൽ നോട്ട് ബി പോസിബിൾ എനിവേർ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞതും തെറ്റാണ്. ഈ കൾട്ടിവേഷൻ ഓഫ് സീരിയൽസിന് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ആവശ്യമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് വാം ആൻഡ് മോസ്റ്റ് വെതർ ഒക്കെ. സോ അതും ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ടെമ്പറേച്ചർ റേസ് ചെയ്യുമ്പോൾ കൾട്ടിവേഷൻ ഒരു സ്ഥലത്തും നടക്കായൊന്നുമില്ല. സോ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 54. നാഷണൽ മോട്ടോ ഓഫ് ഇന്ത്യ സത്യമേവ ജയതേ ഇൻസ്ക്രൈബ്ഡ് ബിലോ ദ എംബ്ലം ഓഫ് ഇന്ത്യ ഈസ് ടേക്കൺ ഫ്രം. ചൈൽഡ്ഹുഡ് തൊട്ടേ നമ്മളൊക്കെ കേട്ട് പരിചയിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. സത്യമേവ ജയതേ ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തത്? ആൻസർ ഈസ് മുണ്ടക ഉപനിഷത്ത്.
ഓപ്ഷൻ ഡി ആണ് ആൻസർ. കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സത്യമേവ ജയതെ ഇൻസ്ക്രൈബ് ചെയ്ത എംബ്ലം ഓഫ് ഇന്ത്യയിൽ ഇൻസ്ക്രൈബ് ചെയ്ത സത്യമേവ ജയതെ എടുത്തത് മുണ്ടക ഉപനിഷത്തിലെ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 55 പോളിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ്. ഡയറക്റ്റ് DPSPയുടെ ഡെഫിനേഷൻ അറിയുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷനിലേക്ക് ഡയറക്റ്റ് എത്തിച്ചേരാൻ പറ്റും. DPSPയുടെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DPSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the guidelines or the principles that the state should keep in mind while formulating the policies and enacting a law. ഇതാണ് DPSP. സോ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ DPSP. അതല്ലാണ്ട് നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് വെച്ച് എലിമിനേറ്റ് ചെയ്യാൻ ചെയ്യാം. 9th ഷെഡ്യൂളുകൾ നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. 9th ഷെഡ്യൂൾ ഇന്നലെ മിനിയാന്ന് പഠിച്ചതാണ്. 9th ഷെഡ്യൂളിൽ വരുന്നത് ലാൻഡ് റിഫോം റിലേറ്റഡ് കാര്യങ്ങളാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് ഒരിക്കലും ഇന്റർനാഷണൽ പീസും സെക്യൂരിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യം എന്താണെങ്കിലും പറയില്ല. പ്രിയാമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രിയാമ്പിൾ അങ്ങനെ ഒരു പരാമർശം ഇല്ല. സോ എലിമിനേറ്റ് ചെയ്തിട്ടും അല്ലാണ്ട് തിയറി ബേസിസിലും നമുക്ക് ഓപ്ഷൻ ബിക്ക് എത്തിച്ചേരാവുന്നതാണ്. DPSPയിലാണ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻക്ലൂഡ് ചെയ്തേക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 56. വാട്ട് ആർ ദ ബെനിഫിറ്റ് ഓഫ് ഇംപ്ലിമെന്റിംഗ് ഇന്റഗ്രേറ്റഡ് വാട്ടർഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം? ഇന്റഗ്രേറ്റഡ് വാട്ടർഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. ഇന്റഗ്രേറ്റഡ് വാട്ടർഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ എയിംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദാറ്റ് ആർ like conserving and developing degraded natural resources such as soil and vegetation cover and water. ഇങ്ങനെയുള്ളൊരു എയിമിലാണ് ഇത് വന്നത്. അല്ലാതെ അതൊരു റിവർ ലിങ്കിങ് അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഒന്നും ആയിരുന്നില്ല. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങും റീചാർജിങ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ അങ്ങനെയുള്ള ഒരുപാട് എയിമാണ് ഇതിനുണ്ടായിരുന്നത്. സോ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കാം. പ്രിവെൻഷൻ ഓഫ് സോയിൽ റൺ ഓഫ്, അതൊരു റീജനറേറ്റീവ് അപ്രോച്ചിന്റെ ഭാഗമാണ്. സോ ഇതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 2, ലിങ്കിങ് കൺട്രീസ് പെരനിയൽ റിവർ വിത്ത് സീസണൽ റിവർ, അങ്ങനൊരു എയിം ഈ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് ഇല്ലായിരുന്നു. സോ അതൊരു തെറ്റായ ഓപ്ഷൻ ആണ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് റീചാർജ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഇതിന്റെ ഒരു എയിമിന് പെട്ടതാണ്. റീജനറേഷൻ ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ ഇതിന്റെ ഒരു എയിമിന് പെട്ടതാണ്. സോ ഓപ്ഷൻ സി 1, 3, 4 ഓൺലി ആണ് ഇതിന്റെ ആൻസർ. ഇന്റഗ്രേറ്റഡ് വാട്ടർഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ എയിം വാസ് ഹാർനസിംഗ്, കൺസർവിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ഡിഗ്രേഡഡ് നാച്ചുറൽ റിസോഴ്സസ് സച്ച് as soil, vegetative cover and water, not related to any linking project. Next question number 57. Which of the following are associated with the planning in India? Planning, ഇപ്പോൾ പ്ലാനിങ് ഒരു ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. പ്ലാനിങ് ഇപ്പോൾ ഇല്ലല്ലോ, നീതി ആയോഗ് ആണുള്ളത്. സോ ഫസ്റ്റ് വൺ ഫിനാൻസ് കമ്മീഷൻ ആണ്. ഫിനാൻസ് കമ്മീഷൻ പ്ലാനിങ്ങിന്റെ ഭാഗമായിരുന്നില്ല. ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ പ്ലാനിങ്ങിന്റെ ഭാഗമായിരുന്നു. യൂണിയൻ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റോ യൂണിയൻ മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെന്റ് ഒന്നും പ്ലാനിങ്ങിന്റെ ഭാഗമായിരുന്നില്ല. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലും പാർലമെന്റ് ഒക്കെയാണ് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടുള്ളത്. സോ ഓപ്ഷൻ സി 2 and 5 ഓൺലി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 58. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ദ ഫങ്ഷൻസ് ഓഫ് ക്യാബിനറ്റ് സെക്രട്ടറി? ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പ്രിപ്പറേഷൻ ഓഫ് അജണ്ട ഫോർ ക്യാബിനറ്റ് മീറ്റിംഗ്. ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റിംഗ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ക്യാബിനറ്റ് സെക്രട്ടറി എപ്പോഴും PMന്റെ ഡയറക്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലായിരിക്കും. അണ്ടർ ദ ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് PM ആണ് ക്യാബിനറ്റ് സെക്രട്ടറി ഉള്ളത്. സോ പ്രിപ്പറേഷൻ ഓഫ് അജണ്ട ഫോർ ദ ക്യാബിനറ്റ് മീറ്റിംഗ് ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഫംഗ്ഷൻ തന്നെയാണ്. സെക്രട്ടറിയൽ അസിസ്റ്റന്റ് ടു ദ ക്യാബിനറ്റ് കമ്മിറ്റിയും ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഒരു ഫംഗ്ഷൻ തന്നെയാണ്. അലോക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു മിനിസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഉണ്ടാകുമ്പോൾ ഒരിക്കലും ക്യാബിനറ്റ് സെക്രട്ടറിയുടെ അണ്ടറിലായിട്ടുള്ള കാര്യമല്ല. ഇറ്റ് ഈസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ്. സോ ഓപ്ഷൻ സി 1, 2 ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ സി 1, 2 ആണ് ഇതിന്റെ ആൻസർ. ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഫംഗ്ഷൻസ് ആയിരുന്നു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 59. Consider the following statement. A constitutional government is one which, first one, place effective restriction on individual liberty in the interest of state authority. Next statement, place effective restriction on the authority of the state in the interest of individual liberty. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ എന്താണെങ്കിലും രണ്ടും ഒരുമിച്ച് തെറ്റാവില്ല, രണ്ടും ഒരുമിച്ച് ശരിയായില്ല. ഏതെങ്കിലും ഒന്നായിരിക്കും ആൻസർ. സോ നമുക്ക് അങ്ങനെ തന്നെ ഇതൊരു 50-50 എന്നുള്ളൊരു ചാൻസിലേക്ക് എത്താം. സോ ഇനി ലോജിക്കലി ആലോചിക്കുകയാണെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് ഇൻഡിവിജ്വൽ സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് ഇൻഡിവിജ്വലിന്റെ ലിബർട്ടി റെസ്ട്രിക്ട് ചെയ്യോ അതോ സ്റ്റേറ്റിന്റെ അതോറിറ്റി റെസ്ട്രിക്ട് ചെയ്യോ? റെസ്ട്രിക്ഷൻ ഓഫ് സ്റ്റേറ്റ് അതോറിറ്റി ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ലിബർട്ടി അങ്ങനെയുള്ള ഒരു സംഭവമായിരിക്കും. എപ്പോഴും എന്താണ് ഇൻഡിവിജ്വലിന്റെ ലിബർട്ടി ആയിരിക്കും കുറെ കൂടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി 2 ഓൺലി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ബി ആണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 60 പോളിറ്റി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഡിസ്ക്രിഷണറി പവർ ഗിവൺ ടു ദ ഗവർണർ ഓഫ് സ്റ്റേറ്റ്? സോ സെൻഡിങ് എ റിപ്പോർട്ട് ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഫോർ എൻഫോഴ്സിംഗ് പ്രസിഡന്റ്സ് റൂൾ ഒരു ഡിസ്ക്രിഷണറി പവർ തന്നെയാണ്. പ്രസിഡന്റ് റൂളിന്റെ പല കാര്യങ്ങളിലും ഗവർണർ ഓഫ് ഇന്ത്യക്ക് ആ ഒരു പ്രത്യേകത ഉണ്ട്. സോ അതൊരു ഗവർണറിന്റെ ഡിസ്ക്രിഷണറി പവർ തന്നെയാണ്. അപ്പോയിന്റിംഗ് മിനിസ്റ്റേഴ്സ്, ഗവൺമെന്റ്
മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ തന്നെയാണ്. സോ ബട്ട് അതൊരു ഗവർണറിന്റെ ഡിസ്ക്രിഷണറി പവർ അല്ല. എപ്പോഴാണ് അപ്പോയിന്റിംഗ് മിനിസ്റ്റർ ഒരു ഡിസ്ക്രിഷണറി പവർ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു പാർട്ടിയും മെജോറിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ, രണ്ട് പാർട്ടി ഈക്വലി ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ആ ഒരു പവർ ഗവർണറിന് വരുന്നത്. ഗവർണറിന് ചൂസ് ചെയ്യാൻ പറ്റും. ഒരു പാർട്ടിയും മെജോറിറ്റി ഫോം ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു ക്ലിയർ മെജോറിറ്റി ഫോം ചെയ്തിട്ടില്ലെങ്കിൽ ഗവർണർ ക്യാൻ ചൂസ് എ കാൻഡിഡേറ്റ് ഫോർ ദ ചീഫ് മിനിസ്റ്റർ. സോ അപ്പോഴാണ് ഒരു ഡിസ്ക്രിഷണറി പവർ ആയിട്ട് വരുന്നത്. അല്ലാതെ ഒരു അപ്പോയിന്റിംഗ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിസ്ക്രിഷണറി പവർ അല്ല. സോ ഓപ്ഷൻ 2 തെറ്റാണ്. അങ്ങനെ വന്നാൽ തന്നെ ഡയറക്റ്റ് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ബി ആണ്, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്നാലും നമുക്ക് നോക്കാം. റിസർവിംഗ് സർട്ടൈൻ ബിൽ പാസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഫോർ കൺസിഡറേഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശരിയായ ഉത്തരമാണ്. ഗവർണറിന്റെ ഡിസ്ക്രിഷണറി പവർ ആണ്. മേക്കിംഗ് ദ റൂൾ ടു കണ്ടക്ട് ദ ബിസിനസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, അത് ഗവർണറിന്റെ ഒരിക്കലും ഒരു ഗവർണറിന്റെ ഡിസ്ക്രിഷണറി പവർ അല്ല. ഗവർണറിന്റെ ഡിസ്ക്രിഷണറി പവറിൽ വരുന്ന രണ്ട് കാര്യങ്ങൾ ഇതൊക്കെയാണ്. സെൻഡിംഗ് റിപ്പോർട്ട് ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഫോർ ഇമ്പോസിംഗ് പ്രസിഡന്റ് റൂൾ. 2, റിസർവിംഗ് സർട്ടൈൻ ബിൽ പാസ്ഡ് ബൈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഫോർ കൺസിഡറേഷൻ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആ ഒരു റിപ്പോർട്ട് അനുസരിച്ച് പ്രസിഡന്റിന് ഇൻവോക്ക് ചെയ്യാൻ പറ്റും, പ്രസിഡന്റ് റൂൾ ഇൻവോക്ക് ചെയ്യാൻ പറ്റും ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ. ആർട്ടിക്കിൾ 356 ആണ് അത് പറയുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ടുഡേ. താങ്ക് യു.